നമസ്കാരം. ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ ഒരു ചിത്രകാരനായ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അത് വായിച്ചപ്പോൾ എനിക്കും വലിയ പ്രയാസം തോന്നി. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും മറ്റൊക്കെ ചോദിക്കുന്നു, നിന്റെ ഈ വര കൊണ്ട് എന്ത് പ്രയോജനമെന്ന്. അവിടെ അതിന് താഴെ പലരും അതിൻ്റെ അഭിപ്രായങ്ങളും അതിന് മറുപടിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാമായിരുന്നു. എനിക്ക് പറയാനുള്ളത് അതല്ല. നമുക്ക് ആകാശത്തിൽ ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. കാണുന്നതും കാണാത്തതും മിനുങ്ങുന്നതും ഷൈൻ ചെയ്യുന്നതും മരിച്ചുകൊണ്ടിരിക്കുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ കാണാം. അതുകൊണ്ട് കണ്ടത് ഗുണം. എന്നാൽ അങ്ങനെ ഒരു നക്ഷത്രമായ സൂര്യൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? നമ്മൾ ഈ വലിപ്പം പറയാനുള്ള നാവ് ചലിക്കുവോ? കലാകാരന്മാരും കലയും സമൂഹത്തിന് മാതൃകളായിരിക്കണം. ഇപ്പോഴത്തെ കാര്യമല്ല ഞാനീ പറയുന്നത്. അങ്ങനെയാണ് സമൂഹത്തിലേക്ക് കല വ്യാപരിക്കേണ്ടത്. ഇനി കല ഉണ്ടായ വയറ് നിറയുമെന്ന് ചോദിക്കും. ഇല്ല, വയറ് നിറയില്ല. പക്ഷേ ചിലപ്പോ വയറ് നിറഞ്ഞിട്ടും ഒരു തൃപ്തി വരില്ല പലർക്കും. അപ്പോൾ അന്വേഷണത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് കലകളൊക്കെ. വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ പറയുന്നുണ്ട്, ഉണ്ട് നിറഞ്ഞവൻ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അവൻ അന്വേഷിച്ചപ്പോൾ മാർക്കണ്ഡേയ വജ്രസമ്പാദത്തിൽ പറയുന്നത്, ആദ്യം കാവ്യം പറഞ്ഞു കൊടുത്തു, സംഗീതം പറഞ്ഞു കൊടുത്തു, പിന്നെ നൃത്തം പറഞ്ഞു കൊടുത്തു തൃപ്തിയാവാതെ ആയപ്പോൾ, പിന്നെ അഭിനയം നാട്യം പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവൻ തൃപ്തിയാവാണ്ട് വലിയ എനിക്ക് തൃപ്തിയായില്ല, കൊള്ളാമെല്ലാം, പക്ഷേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ശില്പകല പറഞ്ഞു കൊടുത്തു. ശില്പകലയിലും ആ ശിക്ഷന് വേണ്ടത്ര ഒരു പരിപൂർണത കിട്ടിയില്ല. അപ്പോഴാണ് മാർക്കണ്ഡേയൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഈ നാലിലും നിങ്ങൾക്ക് തൃപ്തി അല്ലെങ്കിൽ ഈ നാലും പഠിച്ചിട്ട് മാത്രം നീ ഇതിലേക്ക് വരിക. ഞാനൊരു എല്ലാ കലകളും തികഞ്ഞ ഒരു കലാവിഷ്കാര രീതി പറഞ്ഞുതരാം. അതാണ് ചിത്രകല. ചിത്രകലയിൽ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുടികൾ എങ്ങനെ വേണമെന്നുണ്ട്, കൈ എങ്ങനെ വേണമെന്നുണ്ട്, ഭാവം എങ്ങനെ വേണമെന്നുണ്ട്, ഓരോ ക്യാരക്ടറിനും അനുസരിച്ച് തലമുടിയും നോട്ടവും കണ്ണും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അളവുകൾ വരെ ഈ ദശതാലം, നവതാലം, അഷ്ടതാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ ഗുരു ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. ഈ നാലിലും പ്രാവീണ്യം നേടിയ ഒരു ശിഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക് തൃപ്തി പോരാതെ വരുമ്പോൾ ചിത്രകലയിലും വരാം. ഞാൻ ഈ പറഞ്ഞ അളവുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് അഭ്യസിക്കണമെങ്കിൽ നല്ലൊരു ഗുരുവിനെ തന്നെ നീ കണ്ടെത്തണം. ആ ഗുരുവിനോട് പറയേണ്ട, നീ നിന്റെ അളവുകളും കാര്യങ്ങളും പറയാൻ പോണ്ട. ആ ഗുരുവിന് അറിയാം അതിന്റെ അളവുകളും കാര്യങ്ങളും, നിറവും വർണ്ണവും അലങ്കാരവും പ്രസന്റേഷനും ഒക്കെ അറിയാം. ഇനി എന്താ അതിന്റെ വിശേഷം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞു തുടങ്ങി. സുമേരുവാണ് പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെങ്കിൽ, മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് വെച്ചിട്ട് ഗരുഡനാണ് പ്രാധാന്യമെങ്കിൽ, പ്രജകളിൽ ചക്രവർത്തിക്കാണ് പ്രാധാന്യമെങ്കിൽ, പ്രാക്ടീസ് ഓഫ് പെയിന്റിംഗ് ആണ് ചീഫ് ഓഫ് ഓൾ ആർട്സ് എന്ന് അതിൽ പറയുന്നു എന്നാണ് അറിയാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ കലാ ചരിത്ര പുസ്തകങ്ങളെക്കാളും പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യങ്ങൾ കലയെപ്പറ്റി ചിന്തിക്കുന്നതിനേക്കാളും മുൻപ് നമ്മളുടെ മുനിവര്യന്മാർ അതേപ്പറ്റി അതിന്റെ ഒരു പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നു. എങ്ങനെ ആവിഷ്കരിക്കണം അതിന്റെ ക്ലാസ് നടന്നിരുന്നായിരിക്കും. അതാണ് നമ്മുടെ പാരമ്പര്യം. മറ്റൊന്ന് ദണ്ഡി എന്ന് പറഞ്ഞാൽ അറിയാതെ സംസ്കൃത കവിയാണ്, സമ്പന്നനായ രാജാവായിരുന്നു. ബിസിയിലാണ് അദ്ദേഹത്തിന്റെ രചനകളൊക്കെ അന്നോണം വൃശ്ചകരിക്കാൻ മറ്റൊക്കെ പോലുള്ള പുസ്തകങ്ങൾക്ക് അതാണ് അന്ന് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ അറിയോ, ഈശ്വര, എന്റെ ഭരണം പ്രജകൾക്ക് ഉപകാരപ്രദമാകുന്നില്ലെങ്കിൽ, നല്ലതല്ലെങ്കിൽ, ഐശ്വര്യപൂർണ്ണമല്ലെങ്കിൽ എന്റെ രാജ്യത്ത് നീ കലാകാരന്മാരെ തരണ്ട എന്നാ പറഞ്ഞത്. എനിക്ക് സമ്പത്ത് വേണ്ടാന്നോ, അല്ലെങ്കിൽ എന്റെ കൃഷി പോട്ടെന്നോ, അല്ലെങ്കിൽ എന്റെ ആരോഗ്യം പോട്ടെ എന്നല്ല പറഞ്ഞത്. കലാകാരന്മാർ തന്നെ ഇല്ലാണ്ട് പോട്ടെ എന്നാ പറഞ്ഞത്. അപ്പോ കലാകാരന്മാർ ഉണ്ടാവേണ്ടത് ആ പ്രദേശത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളാണ്. നല്ല കലാകാരന്മാർ ഉരുവാക്കപ്പെടുന്നത് ആ പ്രദേശത്ത് മുൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ള പൂർണ്ണതയുടെ, നല്ല ജീവിതത്തിന്റെ, സമ്പന്നതയുടെ, പുണ്യത്തിന്റെ ഫലമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി എല്ലാ കലാകാരന്മാരും എന്തുകൊണ്ട് അത് പൂർണ്ണത എത്തുന്നില്ല എന്നെങ്കിലും ചോദിക്കുന്നുണ്ടാവാം. നമ്മൾ ആരാ പൂർണ്ണതയിൽ എത്തിയിട്ടുള്ളവര്? ഒരു
ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഫലങ്ങളും പുഷ്പങ്ങളും വൃക്ഷങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കഴിക്കുമോ? എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം ആവശ്യമാണ്. മനസ്സിലായി? പണ്ട് കാലത്ത് ഓരോ കലാകാരന്റെയും കഴിവനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന് കയ്യിൽ കുത്താൻ അറിയാതെ അവൻ്റെ അടുത്ത് കയ്യിൽ കുത്താൻ പറയും, അത് സമൂഹത്തിന് ആവശ്യമാണ്. അത് കഴിഞ്ഞ് കല ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് കല ഉണ്ടാക്കാൻ പറയും. പക്ഷെ അതെല്ലാം വളരെ പൂർണ്ണതലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കല എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വ്യാപനത്തിന് പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. ഇനി ചരിത്രം എന്ത് പറയുന്നു? അൾട്ടിമേറ, സ്പെയിനിലെ അൾട്ടിമേറ എന്ന സ്ഥലത്ത് കാണുന്ന ആ മസ്ക് കാളയുടെ ചിത്രം ഇന്ന് മത്സരം കാണുന്നുണ്ട്. അതിന്റെ രൂപം, ഭാവം, ഫോഴ്സ് ഒക്കെ 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ആലേഖനം ചെയ്യപ്പെട്ടതാണ് പറയപ്പെടുന്നത്. ഇരിക്കട്ടെ, അത് ഉണ്ടാവാൻ കാരണം എന്താ? വേട്ടയാടി നടന്ന കാലത്ത് വയറ് നിറച്ച് തിന്നു, തൃപ്തിയായില്ല. അയാൾ അലറി വിളിച്ചു കാണും. പിന്നെ അലറലുകൾ താളമായി വിന്യസിച്ചിട്ടുണ്ടാവാം. പിന്നെ അത് പഠനങ്ങൾ ഉണ്ടായി കാണും, അതിന് തൃപ്തിയായില്ല. ചെണ്ട കൊട്ടിക്കാണും, ഡാൻസ് ആടിക്കാണും, പലതും ചെയ്ത് കാണും, തൃപ്തിയായില്ല. അതൊരു വിഭാഗം നഖം കൊണ്ടോ കൂർത്ത എന്തെങ്കിലും ആയത് ഉപയോഗിച്ചോ മറ്റോ കോരി വരച്ചതാണ് അന്നാ കാണുന്നത്. അപ്പോ ഭക്ഷണം മാത്രം പോരാ, പണം മാത്രം പോരാ, നമുക്ക് കലയുടെ പൂർത്തീകരണം കൂടി വേണം. അതുകൊണ്ട് കലാകാരന്മാർ അങ്ങനെ മോശമല്ല, കലയും മോശമല്ല. അത് എന്ത് ഗുണമെന്ന് ചോദിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ.